ഹലോ, ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ജോലി തനിക്ക് അഞ്ജലി തന്ന ആ ഒരു ജോലി പൂർത്തിയാക്കണം, ലാവണ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അത് എന്തൊക്കെ പ്രശ്നം വന്നാലും താൻ ഏറ്റ ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ശ്രുതി ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണ് അശ്വിൻ ജയിലിൽ കിടക്കുകയും അങ്ങനെ ദേഷ്യത്തിൽ അശ്വിൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് അശ്വിനെ ദേഷ്യപ്പെട്ട് എണീപ്പിക്കുകയും കുറേ അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അശ്വിൻ വീണ്ടും ശ്രുതിയോട് തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലാവണ്യയെ പറ്റിയാണ് ശ്രുതി ചോദിക്കുന്നത്. നീ ഓരോ പെൺകുട്ടികളെയും ഇതേപോലെ ട്രാപ്പിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കാതെ തന്നെ അവരെ കൂടെ താമസിപ്പിക്കുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് അശ്വിൻ പറയുവാണ്, ഞാൻ അവളെ മാത്രമല്ല നിന്നെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി ഒരുപാട് അടി കൊടുക്കുകയും അങ്ങനെ പെട്ടെന്ന് മറ്റൊരു അശ്വിൻ്റെ രൂപം അവിടെ വരികയും ശ്രുതിയെ നേരെ ഈ തോക്കൊക്കെ ചൂണ്ടി നിൽക്കുന്ന ഒരു രംഗമാണ് ആദ്യം തുടങ്ങുന്നത്. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ ആ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അശ്വിനെ ഒരു സൈഡിൽ കൂടെ അശ്വിനെ അടിക്കുകയും മറ്റൊരു സൈഡിൽ കൂടെ തന്നെ ദ്രോഹിക്കുകയും ചെയ്യുന്ന അശ്വിനെ കുറിച്ചുള്ള ആ ഒരു രംഗം ശ്രുതി ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുമ്പോഴാണ് രാവിലെ ആയി, ഇതെന്റെ സ്വപ്നമാണ് എന്ന് ശ്രുതി തിരിച്ചറിയുന്നത്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് അശ്വിൻ്റെ വീട്ടിലോട്ട് ജോലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശ്രുതി. ഈ സമയത്ത് എല്ലാവരും നല്ലപോലെ മുത്തശ്ശിയും അഞ്ജലിയും അങ്ങനെ അശ്വിനും ലാവണ്യയും അങ്ങനെ മനോരമ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹനനാണെങ്കിൽ അവിടെ ഒരു പാത്രത്തിൽ ലഡു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലഡു എടുത്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ലഡു ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് എന്തായാലും ഇന്നൊരു സന്തോഷ നിമിഷമല്ലേ, സന്തോഷ ദിവസത്തിൽ തന്നെ ആ ലഡു കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴാണ് മനോരമ ഓർക്കുന്നത്, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ, കണ്ണന്റെ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കണ്ണന് നല്ല ദിവസമാണല്ലോ, അതിന്റെ ആഘോഷമൊക്കെ ഇങ്ങനെ നടക്കണ്ടേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോഴാണ് ലാവണ്യ ചോദിക്കുന്നത് ഏത് കണ്ണനെന്ന്. കാരണം ലാവണ്യക്ക് അറിയത്തില്ല ജന്മാഷ്ടമി ആണെന്നോ ഒന്നും ലാവണ്യക്ക് അറിയത്തില്ല. അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ മനോരമ പറഞ്ഞു കൊടുക്കുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്നെന്ന്. പക്ഷെ ലാവണ്യക്കൊന്നും അറിയത്തില്ല. അങ്ങനെ അതിന്റെ സംസാരങ്ങളും പിന്നെ മുത്തശ്ശി ഇതെല്ലാം കേട്ടിട്ട് ലാവണ്യക്ക് വഴക്ക് കൊടുക്കുകയും പിന്നെ അതിനെ ചൊല്ലിയുള്ള ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് അശ്വിൻ പോവാൻ ഇറങ്ങുവാണ് എന്ന് പറയുമ്പോൾ എന്തായാലും ശ്രുതി വരുമല്ലോ, വന്നിട്ട് പോകാം എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ, ഞാൻ ഇപ്പൊ തന്നെ പോകും എന്ന് പറയുമ്പോഴാണ് ലാവണ്യ ഉടനെ തന്നെ എടുത്ത് പറയുന്നത്, ശ്രുതിക്ക് അല്ലെങ്കിലും നീ ഇവിടെ ഉള്ളത് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ നീ പോയതിനു ശേഷമല്ലേ ശ്രുതിയും വരത്തുള്ളൂ എന്നൊരു സംസാരം ലാവണ്യയുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് അശ്വിൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നത്. ആ സമയത്താണ് ലാവണ്യ അന്ന് ശ്രുതി പറഞ്ഞ ആ ഒരു ഡിമാൻഡൊക്കെ അശ്വിനോട് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് അശ്വിന് ഭയങ്കര ദേഷ്യത്തിൽ എണീറ്റ് പോവുകയും മുത്തശ്ശി നീ എന്തിനാ ഈ കാര്യം ഇപ്പൊ പറയാൻ പോയത്, നിനക്ക് സമയം കാലമൊന്നും നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ മുത്തശ്ശി ലാവണ്യക്ക് വഴക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു സംസാരങ്ങളും തർക്കങ്ങളൊക്കെ അവിടെ സംഭവിച്ചതിന് ശേഷം അശ്വിൻ ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ശ്രുതി അവിടെ എൻട്രി ആവുന്നത്. അപ്പോൾ ശ്രുതിയും അശ്വിനെ ഇങ്ങനെ മുഖാമുഖം ഇങ്ങനെ കാണുവാണ്. അപ്പൊ ശ്രുതി അശ്വിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഇങ്ങനെ മുഖം വെട്ടിച്ച് തിരിക്കുകയും അശ്വിൻ പറയുകയാണ്, എന്ത് ധിക്കാരമാണ് അവക്ക്, എന്റെ സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്റെ മുന്നിൽ വെച്ച് അവൾ എന്നോട് ഈ ധിക്കാരം കാണിക്കുന്നു എന്ന് അശ്വിൻ തന്റെ മനസ്സിൽ പറയുകയും മറ്റൊരു ഭാഗത്ത് നിന്ന് ശ്രുതി മനസ്സിൽ പറയുവാണ്, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാതെ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഇയാള് നീചനും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനെ ഇനി ഒരിക്കലും ഒരു കാലത്തും ഇയാളെ കാണാതിരിക്കട്ടെ എന്നൊക്കെയുള്ള സംസാരങ്ങൾ ശ്രുതി മനസ്സിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ രണ്ടുപേരും കൊണ്ട് പരസ്പരം ഇങ്ങനെ പാസ് ചെയ്ത് നടന്നു പോവുകയാണ്. അങ്ങനെ പാസ് ചെയ്ത് നടന്നു വരുന്ന വഴിക്ക് ശ്രുതി പെട്ടെന്ന് അറിയാതെ തല വന്ന് ചെമരിലിടിക്കുകയും പിന്നെ അവിടെ നിന്ന് അശ്വിനോട് ദേഷ്യപ്പെട്ടിട്ട് കയറി അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ ചെന്ന സമയത്ത് മുത്തശ്ശിയും അഞ്ജലിയൊക്കെ ഈ ഒരു പൂജയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഹാരവും പൂവും അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ അഞ്ജലിയോടും മുത്തശ്ശിയോടൊക്കെ ജന്മാഷ്ടമിയുടെ കാര്യങ്ങളൊക്കെ പറയുകയും തൻ്റെ വീട്ടിൽ ഇതേപോലെ ജന്മാഷ്ടമിയുടെ ആഘോഷങ്ങളൊക്കെ നടക്കുവാണ്, അതുകൊണ്ടാണ് താമസിച്ചത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത്
ശ്യാം അവിടെ ശ്രുതിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രീതിയും അമ്മായിയൊക്കെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ കുറേ നേരമായി വന്നിരിക്കുന്നത്, എന്താ താമസിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജന്മാഷ്ടമിയുടെ കുറച്ച് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയും, അങ്ങനെയാണെങ്കിൽ ഇന്ന് ജന്മാഷ്ടമി ആയിട്ട് എൻ്റെ വക ഒരു പായസം ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നീ ശ്യാം അത് ഉണ്ടാക്കുവാണെങ്കിൽ എനിക്കത് കിട്ടത്തില്ല, ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറയുമ്പോഴാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ മധുര കൊതിച്ചയായിട്ടുള്ള ഒരാളുണ്ട് ശ്രുതി, ജിലേബിയും ലഡു ഒക്കെ അവളെടുത്ത് കഴിക്കും, അപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്നൊക്കെ സംസാരിക്കുമ്പോൾ ശ്യാമു പറയുന്നുണ്ട്, ആ ഒരു കൊതിച്ചി ഇന്ന് ഇവിടെ ഇല്ലല്ലോ, അവളിനി എപ്പോഴും വരാനാണ്, നല്ലൊരു ദിവസമായിട്ട് ഈ വീട്ടിൽ നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ അമ്മായിയുടെ മനസ്സിൽ എരിവ് കയറ്റാൻ വേണ്ടിയിട്ട് ശ്യാമു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമ്മായി പറഞ്ഞത്, അവൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ശ്രുതി ഒരു തീരുമാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല, ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, പിന്നെ അവളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാടുപെടേണ്ടി വരും എന്ന് അമ്മായി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചെറിയ സംസാരങ്ങളൊക്കെ അവിടെ നടക്കുകയും അവസാനം ശ്യാം പറയുന്നുണ്ട്, എന്തായാലും ഒരുപാട് താമസിക്കാതെ ലേറ്റാവാതെ അവൾ നേരത്തെ വന്നാൽ മതി, അത്രയും നല്ലതാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ശ്യാം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രീതിക്കും അമ്മായിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു പായസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ചെറിയൊരു സംസാരങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മൾ ലാവണ്യ ഭയങ്കര, കാരണം ലാവണ്യക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും ലാവണ്യക്ക് അറിയത്തില്ല. അങ്ങനെ ലാവണ്യ ഓരോ കാര്യങ്ങൾ, ജന്മാഷ്ടമി എന്താണെന്നും എന്തൊക്കെയാണ് പ്രത്യേകത എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ലാവണ്യ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ ജനിച്ച ആ ഒരു ദിവസത്തെ പ്രത്യേകതയും പിന്നെ കൃഷ്ണനെ ചുറ്റുപറ്റിയുള്ള എല്ലാ കഥകളും ലാവണ്യക്ക് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാവണ്യക്ക് ആദ്യം മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിയും അഞ്ജലിയൊക്കെ ഇത് വന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാവണ്യക്ക് ആദ്യം മനസ്സിലാവാത്തത് കൊണ്ട് അഞ്ജലി വെച്ചൊരു ഉദാഹരണം പറയുവാണ്. അങ്ങനെ കൃഷ്ണൻ ആ ഒരു ഉദാഹരണം പറഞ്ഞു വരുമ്പോൾ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു കൃഷ്ണൻ ജനിക്കുമ്പോൾ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നും അതുകൊണ്ട് പുത്രന്മാരെ എല്ലാവരും കൊല്ലാനായിട്ട് നിന്നു എന്നൊക്കെയുള്ള കഥ തുടരുമ്പോൾ ആദ്യം ലാവണ്യക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അഞ്ജലി വെച്ചൊരു ഉദാഹരണം പറയുകയും, അഞ്ജലിയാണ് ഇങ്ങനെ ദേവി എന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ അനിയൻ അതായത് അശ്വിനാണ് കംസൻ എന്നുള്ളൊരു ഉദാഹരണം പറയുകയും അത് അശ്വിൻ കേട്ടുകൊണ്ട് വരികയും പിന്നെ ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കുകയും അങ്ങനെ അവിടെ ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പൂജയുടെ സാധനങ്ങളൊക്കെ മേടിച്ചു വരാമെന്നും പറഞ്ഞ് അശ്വിൻ പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇനി ശ്രുതിയുടെ മുന്നിൽ താൻ ചെന്ന് പെടരുത്, അല്ലെങ്കിൽ ശ്രുതി ഇനി കാണാനായിട്ട് ഇടവരുത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് അശ്വിനും നിൽക്കുന്നത്. അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ശ്രുതിയും അശ്വിനും എപ്പോഴും കണ്ടുമുട്ടിയാലും കീരിയും പാമ്പും പോലെയാണ്. അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുകയും പിന്നെ കൃഷ്ണനെ പറ്റിയുള്ള എല്ലാ കഥകളും ലാവണ്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ കേട്ടപ്പോൾ ഒരുപാട് മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് ശ്രുതി കഥ പറഞ്ഞത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. അപ്പം ശ്രുതി പറയുകയാണ്, ഞാനും എൻ്റെ ചേച്ചിയും കുഞ്ഞിലെ സ്കൂളിൽ ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളൊരു മോണാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പ്രീതിയും കൊണ്ട് ഇങ്ങോട്ട് വരൂ എന്ന് അഞ്ജലി പറയുകയും അത് ഭയങ്കര കേട്ട് സന്തോഷത്തോടെ ശ്രുതി നിൽക്കുവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ജന്മാഷ്ടമിയുടെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ് നമ്മൾ അഞ്ജലിയും മുത്തശ്ശിയും ശ്രുതിയൊക്കെ കൂടി. അപ്പോൾ ഇവിടെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അഞ്ജലിയുടെ വീട്ടിൽ സംഭവിക്കാൻ പോവുകയാണ്. പിന്നെ എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളിൽ കണ്ടറിയതൊരിക്കും. ബൈ.